വെൽക്കം ടു പ്രിപ്സ്കേ. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പഴയ PYQs എങ്ങനെയാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഒരു സെഷനിൽ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് PYQs എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ചുമതലകളെ സംബന്ധിച്ചിട്ടാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഈ പ്രസ്താവനയിൽ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ അല്ലെങ്കിൽ എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണോ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഏതാണ് ശരി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് എന്തുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യും, നമുക്ക് എന്താണ് ഡൗട്ട് വരും. പിന്നെ നമ്മൾ എന്താണ് ഓപ്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്താണ് കറപ്പിക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ എന്താണ് പ്രസ്താവനയിലേക്ക് പോവാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യത്തെ പ്രസ്താവന നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റെഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങൾ എന്താണ് ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണല്ലോ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇന്ത്യ ഗവൺമെന്റ് എന്താണ് അല്ലെങ്കിൽ ഇന്ത്യ സർക്കാരിന് എന്ത് ചെയ്യുന്നു, അറ്റോർണി ജനറൽ എന്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അറ്റോർണി ജനറലിനെ കുറിച്ച് എന്താണ് അത്ര ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ല എങ്കിൽ കൂടി എന്താണ് അറ്റോർണി ജനറലിനെ കുറിച്ച് എന്താണ് ഒരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടാവും അല്ലെ? അപ്പോൾ എന്താണ് ഈ ഒരു ഏകദേശ ധാരണയുടെ പുറത്ത് നമുക്കറിയാം എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ എന്താണ് ഉപദേശകനാണ് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന് എന്താണ് നിയമപരമായിട്ട് എന്താണ് ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അറ്റോർണി ജനറലിന്റെ എന്താണ് ഏറ്റവും എന്താണ് പ്രധാന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ എന്താണ് ഓപ്ഷൻ അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ് എന്നുള്ള എന്താണ് ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്കല്ല നമ്മൾ പോകേണ്ടത്, നമ്മൾ എന്താണ് ഓപ്ഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പോകേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ എന്താണ് കറക്റ്റ് ആണ്. അപ്പൊ ഒന്നാമത്തേത് കറക്റ്റ് ആയതുകൊണ്ട് ഒന്ന് വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് എല്ലാ ഓപ്ഷനിലും എന്താണ് ഒന്ന് വരുന്നുണ്ട് അല്ലെ? ഒന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എല്ലാ ഓപ്ഷനും വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം. ഓക്കെ, അതെന്താണ് അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും എന്താണ് പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഇന്ത്യ സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെ എന്താണ് പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് രാജ്യത്ത് ഏത് കോടതിയിലും എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പങ്കെടുക്കാൻ എന്താണ് അല്ലെങ്കിൽ ആ കോടതിയുടെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് മാറാൻ ആർക്ക് പറ്റും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, അറ്റോർണി ജനറലിന് പറ്റും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു എന്താണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഓപ്ഷൻസിലേക്ക് പോവാം അല്ലെ? ഒന്നും രണ്ടും ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നും രണ്ടും വരുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ എന്താണ് രണ്ട് വരുന്നത് ഏതാ, മൂന്ന് ഓപ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സി എന്താണ് നമുക്ക് വെട്ടിക്കളയാം. കാരണം എന്താണ് അതിൽ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ളതാണ് അല്ലെ? ഒന്നിൽ എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ അതായത് സി എന്നുള്ള ഓപ്ഷൻ എന്താണ് രണ്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിശോധിക്കാം അല്ലെ? ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ എന്താണ് സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എന്താണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ എന്ത് ചെയ്യാം, നമ്മുടെ എന്താണ് അറ്റോർണി ജനറൽ എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മാറാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് എന്താണ് പാർലമെന്റിന്റെ ഏത് സഭയിലും എന്ത് ചെയ്യാം സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹാജരാകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് റൈറ്റ് ആർക്കുണ്ട് എന്നുള്ളത് അറ്റോർണി ജനറലിനുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മൂന്നാമത്തെ ഓപ്ഷനും എന്താണ് ശരിയാണ് അല്ലെങ്കിൽ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ്. അപ്പൊ എന്താണ് 1, 2, 3 എന്താണ് നിർബന്ധമായിട്ടും ആ ഒരു രീതിയിൽ നോക്കുക. അപ്പൊ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലെ? അപ്പൊ എന്താണ് ഇനി മൂന്നാമത്തെ എന്താണ് ഓപ്ഷൻ വരുന്ന ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. എയില് 3 വരുന്നുണ്ട്, പിന്നെ എന്താണ് ബിയിൽ 3 വരുന്നില്ല അല്ലെ? ബിയിൽ എന്താണ് 3 വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിയും നമുക്ക് എന്ത് ചെയ്യാം സ്ട്രൈക്ക് ഡൗൺ ചെയ്യാം. കാരണം എന്താണ് ബിയും ആയിരിക്കില്ല കറക്റ്റ് ആൻസർ, എന്താണ് സിയും ആയിരിക്കില്ല.
ഇത് നമ്മൾ എന്ത് ചെയ്തു 50-50 ചാൻസിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലെ. 1, 2, 3 എന്നുള്ള എന്താണ് ഇത് വരുന്നു. പിന്നെന്താണ് മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ള 4ാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി എന്താണ് 1, 2, 3 എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും 4ാമത്തതും കൂടി കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യണം നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം വായിച്ചു നോക്കാം. പാർലമെന്റിന്റെ ഇരുസഭകളിലും എന്താണ് വോട്ട് ചെയ്യാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. ഓക്കെ, പാർലമെന്റിന്റെ ഇരുസഭകളിലും എന്താണ് വോട്ട് ചെയ്യാൻ എന്താണ് അറ്റോർണി ജനറലിന് അവകാശമുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണോ? നമ്മൾ എന്ത് പറയുന്നുണ്ട്, അതായത് പാർലമെന്റിന്റെ സഭകളിൽ എന്താണ് പങ്കെടുക്കാം, സംസാരിക്കാം, എന്നാൽ എന്താണ് വോട്ട് ചെയ്യാനുള്ള എന്താണ് റൈറ്റ് ഇല്ല, അധികാരം ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകം പഠിക്കുന്നുണ്ട് അല്ലെ. എന്താണ് വോട്ടിംഗ് റൈറ്റ് ഇല്ല, അല്ലാതെ എന്താണ് ഈ സഭയുടെ അതായത് പാർലമെന്റിലെ എന്താണ് ലോക്സഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ ഏത് സഭയിലും എന്താണ് പങ്കെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് എന്താണ് സംസാരിക്കാനും മാത്രമേ എന്തായുള്ളൂ ഈ അറ്റോർണി ജനറലിന് അധികാരമുള്ളൂ. അറ്റോർണി ജനറൽ എന്താണ് വോട്ടിങ്ങിന്റെ എന്താണ് അധികാരം ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകം പഠിക്കുന്നുണ്ട് അല്ലെ. എന്താണ് വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാം അല്ലെ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഏത് ഓപ്ഷനിലേക്ക് എത്താം കറക്റ്റ് ആയിട്ടുള്ളത് 1, 2, 3 എന്നുള്ളതാണ് കറക്റ്റ് അല്ലെ. 1, 2, 3 എന്നുള്ളത്. അതായത് നമുക്ക് എന്താണ് ഈ ഇത്രയും സമയമെടുക്കാതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള എന്താണ് 4 ഓപ്ഷൻസും നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം ലാഭിച്ചുകൊണ്ട് എന്ത് ചെയ്യാം 4 ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതേതാണ്, അത് എ എന്നുള്ളതാണ് അല്ലെ. 1, 2, 3 എന്നുള്ളത്. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ എന്തൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഈ ഗവേണൻസിന്റെ അല്ലെങ്കിൽ എന്താണ് ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ എന്താണ് ശരിയായിട്ടുള്ളതാണ് അല്ലെ. ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്, അപ്പൊ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കറക്റ്റ് നോക്കാലോ. ഭരണം കാര്യക്ഷമമാക്കുന്നതിന് ഏകപക്ഷീയമായ ഭരണപരമായ തീരുമാനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ എന്നുള്ളത്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കുറച്ചെന്താണ് ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകും. കാരണം നമ്മുടെ എന്താണ് ഡിഗ്രി ലെവൽ എക്സാമുകളിൽ എന്താണ് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്തുണ്ടാവും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ മലയാളത്തിൽ ആണ് എന്തുള്ളത് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മലയാളത്തിലേക്ക് എന്താണ് PSC ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പിശകുകൾ സാധാരണഗതിയിൽ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ആൻസർ ചെയ്യുന്നതിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ് എടുക്കണം തന്നെയാണ് PSCയും പറയാറുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് എന്താണ് മലയാളത്തിൽ എന്താണ് കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് മലയാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആ ഒരു ഗ്രാമാറ്റിക്കലായിട്ട് കുറച്ച് എറേഴ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഭരണം കാര്യക്ഷമമാക്കുന്നതിന് ഏകപക്ഷീയമായിട്ടുള്ള ഭരണപരമായ തീരുമാനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ എന്നുള്ളതാണ് എന്തുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് എന്താണ് ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ സ്വാഭാവിക നീതിയുമായിട്ട് ബന്ധപ്പെടുന്നതാണോ നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം. നമുക്കറിയാം എന്താണ് ഈ ഗവേണൻസ് എന്നുള്ളത് എന്താണ് ഒരു ഗുഡ് ഗവേണൻസിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് സർക്കാരുകളും അല്ലെങ്കിൽ എന്താണ് സിറ്റിസൺസും തമ്മിലുള്ള എന്താണ് ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു കോഓപ്പറേഷൻ എന്താണ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഗവേണൻസ് എന്താണ് സംവിധാനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമാണോ അവിടെ ഉള്ളത്? അല്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം ഒരൊറ്റ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താണ് ഏകപക്ഷീയമായിട്ടില്ല, എന്താണ് സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടില്ല, അതായത് എന്താണ് സർക്കാരും എന്താണ് ജനങ്ങളുമായിട്ട് എന്താണ് ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഗവേണൻസ് എന്ത് ചെയ്തിട്ടുള്ളത് നടപ്പിലാക്കിയിട്ടുള്ളത് അല്ലെ. അവിടെ എന്താണ് ഒരു ഏകപക്ഷീയമായിട്ടുള്ള എന്താണ് തീരുമാനങ്ങൾ പ്രോത്സാഹിപ്പിക്കലല്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു നാച്ചുറൽ എന്താണ് ഒരു സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ അല്ലെങ്കിൽ എന്താണ് ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഒന്നാമത്തെ തെറ്റായത് കൊണ്ട് തന്നെ എന്താണ് 1, 2, 3, 4 എന്നുള്ള എന്താണ് ഡി എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യില്ല വരില്ല അല്ലെ. നമ്മൾ എന്താണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ പറഞ്ഞില്ല ഡി വരില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാം. സർക്കാർ പ്രക്രിയകളിൽ എന്താണ് സുതാര്യവും
ഉത്തരവാദിത്വം എന്ത് ചെയ്യുന്നു, ശക്തിപ്പെടുന്നു. അപ്പൊ നമ്മളെന്താണ് ഈ ഗവേണൻസിന്റെ എന്താണ് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ്. എന്താണ് ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഈ ഗവേണൻസിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് സർക്കാരിന്റെ പ്രക്രിയകൾ എന്താണ് സുതാര്യത അല്ലെ, സുതാര്യത കൊണ്ടുവരിക, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക എന്നൊക്കെയാണ് എന്തുള്ളത് ഈ ഗവേണൻസ് എന്നുള്ള പല സ്കീമുകളും എന്താണ് നടപ്പിലാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പൊ അതാണ് സർക്കാർ പ്രക്രിയകൾ എന്താണ് സുതാര്യവും ഉത്തരവാദിത്വവും എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഒരു യഥാർത്ഥ ലക്ഷ്യമാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്താണ് രണ്ടാമത്തെ എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 വരുന്നതാണ് നമ്മുടെ ആൻസർ അല്ലെ. അപ്പൊ എന്താണ് 2 വരാത്തതൊന്നും കൂടി ഉണ്ടല്ലോ, അതാ 4 മാത്രം എന്നുള്ള സി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്താണ് 2 എന്താണ് ഓൺലി 2 എന്നുള്ളതും ഓൺലി എന്താണ് 2ഉം 3 എന്നുള്ള എന്താണ് 2 സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തി അല്ലെ, അല്ലെങ്കിൽ എന്താ 2 ചോയ്സിലേക്ക് നമ്മൾ എത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു 50-50 എന്നുള്ള എന്താണ് ഒരു എന്താണ് ചോയ്സിലേക്ക് നമ്മൾ എത്തി. കാരണം എന്താണ് നമുക്ക് ഒന്നുകിൽ എന്താണ് എ ശരിയായിരിക്കും അല്ലെങ്കിൽ എന്താണ് ബി ശരിയായിരിക്കും എന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റും കൂടി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പരിശോധിക്കാം. അപ്പൊ ഇതാണ് തുല്യമായിട്ടുള്ള ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണ ശേഷിയും പങ്കാളിത്തവും എന്ത് ചെയ്യാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്താണ് ഒരു ഇ ഗവേണൻസിന്റെ എന്താണ് ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ്. കാരണം എന്താണ് തുല്യമായിട്ടുള്ള ഭരണം ഉറപ്പുവരുത്തുക, നമ്മൾ പറയുന്നത് എന്താണ് ഭരണത്തിൽ എന്താണ് തുല്യത ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ എന്താണ് ഭരണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്യുക തുല്യമായിട്ട് എന്താണ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഗവേണൻസ് എന്താണ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതാണ് പ്രതികരണ ശേഷിയും പങ്കാളിത്തവും എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക. അത് നമുക്കറിയാം എന്താണ് കൂടുതൽ എന്താണ് ജനങ്ങളെ എന്ത് ചെയ്യുക ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സർക്കാർ എന്താണ് സേവനങ്ങൾ എന്താണ് ജനങ്ങൾക്ക് കൂടുതൽ എത്തുന്ന രീതിയിൽ എന്താണ് ജനങ്ങളുടെ പങ്കാളിത്തം കൂടി എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പോളിസീസോ ഫോർമുലേഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക ജനങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ എന്താണ് ജനങ്ങളുടെ പ്രതികരണ ശേഷിയൊക്കെ എന്താണ് ഉറപ്പാക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് എന്താണ് ഈ ഗവേണൻസിന്റെ ഒരു എന്താണ് ഫീച്ചറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് നമുക്ക് കണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം 2ഉം 3ഉം കറക്റ്റ് ആണ് എന്നുള്ള എന്താ ചെയ്യാം സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, 4ാമത്തെ നമുക്ക് എന്ത് ചെയ്യാം വായിച്ചു നോക്കുന്നേ വേണ്ട. ഓക്കെ, 4ാമത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചു നോക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം 2ഉം 3ഉമാണ് കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എത്താൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. 4ാമത്തെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതായത് തീരുമാനമെടുക്കൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് പരാതി സംവിധാനങ്ങൾ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. പരിമിതപ്പെടുത്തുക അല്ലല്ലോ, കാരണം എന്താണ് എല്ലാ ജനങ്ങൾക്കും അവൈലബിൾ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഇത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ് പരിമിതപ്പെടുത്തൽ എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് എന്താണ് ഇതിന്റെ എന്താണ് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സാധാരണഗതി എന്താണ് നമ്മൾ ഓൾറെഡി എന്താണ് യഥാർത്ഥ ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, എങ്കിലും എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ഓക്കെ, താഴെ പറയുന്നത് എന്താണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ശരി എന്നുള്ളത് എന്ത് ചെയ്യാം ഒരു മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് നോക്കാലോ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് എപ്പോഴും പഠിക്കുമ്പോൾ എന്താണ് പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴാണ് സ്ഥാപിച്ചുള്ളത്. എന്താണ് 1885 സ്ഥാപിച്ചു. കറക്റ്റ് ആണ് അല്ലെ. നമ്മൾ എന്താണ് മറ്റു വർഷങ്ങൾ എന്താണ് അറിയില്ല എങ്കിൽ കൂടി നമ്മൾ സ്വാതന്ത്ര്യ ദിനം, നമ്മുടെ റിപ്പബ്ലിക് ദിനം, ഒപ്പം തന്നെ എന്താണ് INCയുടെ ഫോർമേഷൻ ഡേ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് ആദ്യത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഒന്ന് വരുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമുക്ക് നോക്കാം. ഒന്ന് വരുന്നത് 2 എണ്ണേ ഉള്ളൂ അല്ലെ. ഒന്ന് വരുന്ന ഓപ്ഷൻസ് എത്താനുള്ളത് 2 എണ്ണേ ഉള്ളൂ. അപ്പൊ അത് എയും ഡി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം സിയും ബിയും എന്ത് ചെയ്യാം വെട്ടാം. ഓക്കെ, ഇതാണ് സിയും ബിയും നമുക്ക് എന്ത് ചെയ്യാം വെട്ടിക്കളയാം. ഓക്കെ, കാരണം എന്താണ് അതിൽ രണ്ടിലും എന്തില്ല ഒന്ന് വരുന്നില്ല. അപ്പൊ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ 50-50 എത്തി. ഓക്കെ, ഒന്നുകിൽ എല്ലാം ശരിയാണ് എന്നുള്ള ഇതിലേക്ക് എന്താണ് എത്തുന്നു, അല്ലെങ്കിൽ ആണ് 1, 2, 4 എന്നുള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എത്തുന്നു. അപ്പൊ ഒന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓക്കെ എന്താണ് എല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് എന്താണ് ശരിയാണെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്താണ് 1, 2, 4 ശരിയാണെന്നുള്ളത് എന്താണ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്താണ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഇതില് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഒന്നും കൂടി നോക്കാമല്ലോ. 1, 2, 4 മാത്രം ശരിയാണ്. ഓക്കെ, 1, 2, 4 മാത്രം ശരിയാണ്, അല്ലെങ്കിൽ എന്താണ് എല്ലാം ശരിയാണെന്നുള്ളതാണ്. ഓക്കെ, 1, 2, 4 ശരിയാണ്, അല്ലെങ്കിൽ എന്താണ് എല്ലാം ശരിയാണ്. അപ്പൊ ഇതിലെന്താണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഇതിൽ മിസ്സിംഗ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് മിസ്സിംഗ് ആണ്. ഏത് ഓപ്ഷൻ എയിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്യാം ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം രണ്ടിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് 3ലേക്ക് പോകാം. കാരണം 3 എന്താണ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണമല്ലോ. കാരണം എന്താണ്
3 എ എന്താണ് ആദ്യത്തെ എന്താണ് ഓപ്ഷനിൽ എന്താണ് 3 മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് 3 പരിശോധിക്കാം. 1934 എന്ത് ചെയ്യുന്നു, ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നതാണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് 1934 എന്ത് ചെയ്യുന്നു, ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നതാണ്. നമുക്കറിയാം എന്താണ് നമ്മൾ INC-യുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ്, ഗാന്ധിജി ഒരൊറ്റ തവണ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ INC-യുടെ പ്രസിഡന്റ് ആവുന്നുള്ളൂ. ഓക്കെ, ഗാന്ധിജി എന്ത് ചെയ്യുന്നു, ഒറ്റ തവണ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ INC-യുടെ പ്രസിഡന്റ് ആവുന്നുള്ളൂ അല്ലെ. അതെപ്പോഴാണ്? അത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 1934 1924 അപ്പൊ എന്താണ്, അത് തെറ്റാണ്. ഓക്കെ, 1924 എന്താണ്, തെറ്റാണ്. അപ്പൊ എന്താണ്, 3 തെറ്റ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. 3 എന്താണ്, തെറ്റാണ്. അപ്പൊ 3 തെറ്റായത് കൊണ്ട് എന്താണ്, എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ വരുമോ? ഇല്ല. എന്താണ് 1, 2, 4 എന്നുള്ളത്. കാരണം എന്താണ്, നമ്മൾ 2ഉം 4ഉം എന്താണ് വായിച്ചു നോക്കാണ്ട് തന്നെ, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ചെയ്യാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തി. കാരണം എന്താണ്, 1 ശരിയാണ്, നമുക്കറിയാം 1 ശരിയാണ്. പിന്നെ എന്താണ്, 3 തെറ്റാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. കാരണം എന്താണ്, ആ 3 എന്താണ് ഈ ഒരു ഓപ്ഷനിൽ മിസ്സായിട്ടുണ്ട്. കാരണം എന്താണ്, എല്ലാം ശരിയാണ്. പിന്നെ എന്താണ് 1, 2, 4 മാത്രം ശരിയാണ്. അപ്പൊ 3 അവിടെ മിസ്സായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3നെ നമുക്ക് ആദ്യം നോക്കാം അല്ലെ. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, 3 തെറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ്, ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉം മാത്രമാണ് എന്ത് ശരി എന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണ്ട, വായിച്ചു നോക്കണോ? 1907 സൂറത്ത് സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു, കോൺഗ്രസിനെ പിളർപ്പ് നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ എന്താണ് 1929 എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. നമ്മൾ എന്താണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനം തന്നെയാണ് 1929 ലാഹോർ സമ്മേളനം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ട് എന്താണ് ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഇത് നോക്കാലോ. മൃദുഭാവേ ദൃഢകൃതി എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ഓക്കെ, നമ്മൾ എന്താണ് കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള സിനിമ അല്ലെ, അതിലെ പാട്ടിലുണ്ടല്ലോ, മൃദുഭാവേ ദൃഢകൃത്യേ. ഓക്കെ, അപ്പൊ എന്താണ്, അത് കേരള പോലീസിന്റെ ആപ്തവാക്യാണ്. ഓക്കെ, കേരള പോലീസിന്റെ മോട്ടോ ആണ് ഇത് എന്നുള്ളത്, മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളത്. അപ്പൊ അതെന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, കേരള പോലീസിന്റെ ആപ്തവാക്യാണ് മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്, അടുത്ത് നമുക്ക് നോക്കാലോ. പോലീസ് സേനയുടെ മേധാവിയാണ്, അല്ല നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിലേക്ക് വരാം. 1 കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. 1 ഉള്ളത് ഏതൊക്കെയാണ്, 2 ഉള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബി കറക്റ്റ് ചെയ്യാം. ബിയിൽ എന്തില്ല, 1ഇല്ല. സിയിലും എന്തില്ല, 1ഇല്ല. ഓക്കെ, ബിയിലും 1ഇല്ല, സിയിലും 1ഇല്ല. അപ്പൊ എന്താണ്, 1, 2 മാത്രം ശരി, എല്ലാം ശരി എന്നുള്ള എന്താണ് 2 ഓപ്ഷൻ ആണുള്ളത്. അപ്പൊ അവിടെ എന്താണ് 3 കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് പോകേണ്ടത്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് നോക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, 3ലേക്ക് വരാം. ഓക്കെ, കാരണം എന്താണ് 3 അവിടെ മിസ്സായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3 കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. 3 തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1, 2 എന്നുള്ള ഇതിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 3ാമത്തേലേക്ക് പോവാം. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂരാണോ? അല്ല അല്ലെ. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് തൈക്കാടാണ്. തിരുവനന്തപുരം വഴുതക്കാടാണ് എന്താണ് നമ്മുടെ കേരള പോലീസിന്റെ ആസ്ഥാനം നമുക്കറിയാം. തൈക്കാടല്ല, വഴുതക്കാടാണേ, വഴുതക്കാട്. ഓക്കെ, കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരല്ല, എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തൃശ്ശൂർ എന്താണ്, അത് കേരള പോലീസ് അക്കാഡമിയാണ് അല്ലെ. കേരള പോലീസ് അക്കാഡമിയാണ് എവിടെയുള്ളത്? തൃശ്ശൂരുള്ളത്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ് നമുക്കറിയാം. അപ്പൊ അതാണ് 3 തെറ്റാണ്. 3 തെറ്റായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാം ശരിയാണെന്നുള്ളത് വെട്ടാം. നമുക്ക് എന്ത് ചെയ്യാം, 1ഉം 2ഉം മാത്രം ശരിയാണെന്നുള്ള ഓപ്ഷനിലേക്ക്. രണ്ടാമത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്താൻ വേണ്ടി പറ്റും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പരിശോധിക്കാലോ. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. നമുക്കറിയാം അല്ലെ, DGP നമുക്ക് എന്താണ് ഓരോ സമയത്തും എന്താണ് സ്റ്റേറ്റ് പോലീസ് ചീഫ്, ഡയറക്ടർ ജനറൽ ഓഫ് എന്താണ് പോലീസ് ഹെഡ്, എന്താണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയാം. ഓക്കെ, എന്താണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന പോലീസ് മേധാവിയാണ് ആര്, DGP എന്നുള്ളത്. അത് റാങ്ക് ആണ്, എങ്കിലും എന്താണ് റാങ്ക് ആണെങ്കിൽ കൂടി എന്താണ് DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ് പറയാം അല്ലെ. അപ്പൊ എന്താണ് അതും എന്താണ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. പോലീസ് സേനയുടെ മേധാവി ആരാണ്? DGP ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1, 2 മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തി. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കേരളത്തിന്റെ സംയോജനത്തെ കുറിച്ചുള്ള വസ്തുതകളാണ് എന്ത് ചെയ്യുന്നത്, തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് വസ്തുതയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്. ഓക്കെ, കേരളത്തിന്റെ സംയോജനത്തെ കുറിച്ചുള്ള വസ്തുതയിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം.
1, 2, 3, 4 എന്നുള്ള എന്താണ് സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. നമുക്ക് എന്താണ് എല്ലാം ശരിയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ചിലത് ഏതാണ് തെറ്റാണ് എന്നുള്ള എന്താണ് രീതിയിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഒന്നാമത്തേതിലേക്ക് പോവാം. 1928 മെയ്യിൽ എന്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം എന്താണ് കേരള എന്താണ് പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസ്സാക്കിയതാണ്. അതായത് ഗ്രാമറിലുള്ള മിസ്റ്റേക്ക് നമ്മൾ പറയുന്നതാണ് കേരള PSC എന്താണ് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് എന്ത് ചെയ്യുക ഈ ചോദ്യങ്ങൾ മാറ്റിയപ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണ് 1928 മെയ്യിൽ എന്ത് ചെയ്യുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ എന്ത് ചെയ്യുന്നു പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം എന്താണ് കേരളത്തിൽ എന്താണ് ഒരു പ്രത്യേക എന്താണ് പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസ്സാക്കി എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് അത് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയില്ല എങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. കാരണം എന്താണ് അത്രയും എന്താണ് ഡീറ്റെയിൽ ആയിട്ട്. കാരണം എന്താണ് 1928 മെയ്യിലാണോ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പയ്യന്നൂർ സമ്മേളനം നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്താണ് അറിയില്ല എങ്കിൽ. കാരണം എന്താണ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നുണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അത് നടന്നിട്ടുള്ളത് എന്താണ് 1928 തന്നെയാണോ അല്ലെങ്കിൽ 28 മെയ്യിലാണോ നടന്നിട്ടുള്ളത് എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം എന്നുള്ളതാണ്. കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ എന്താണ് തൃശ്ശൂരാണ്. ഓക്കെ, അതായത് എന്താണ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം എന്താണ് കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഐക്യ കേരള സംസ്ഥാനം എന്താണ് രൂപീകരിക്കുന്നത് അനുകൂലമായിട്ട് സ്ഥാപിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് സംസാരിച്ചു എന്നുള്ളതാണ്. അതായത് എന്താണ് 47 ഏപ്രിൽ എന്താണ് തൃശ്ശൂരിൽ വെച്ചിട്ടാണോ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് കേളപ്പന്റെ അധ്യക്ഷതയിൽ നടന്നിട്ടുള്ള ഈ പറഞ്ഞ സമ്മേളനം എന്താണ് കൊച്ചി മഹാരാജാവിനെ സന്ദർശിച്ചത് എന്നുള്ളത് എന്താണ് നമുക്കറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോവാം. 1949 ജൂലൈ 1 എന്ത് ചെയ്യുന്നു തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഓക്കെ, അത് എന്താണ് കുറച്ചും കൂടി എന്താണ് നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ് 1949 ജൂലൈ 1 എന്ത് ചെയ്യുന്നത് തിരുക്കൊച്ചി രൂപീകരണം അല്ലെ. ഇതാണ് തിരുവിതാംകൂറും കൊച്ചിയും എന്ത് ചെയ്യുന്നു സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി രൂപീകരിക്കുന്നപ്പോഴാണ്. അത് 1949 നമുക്കറിയാം. ഓക്കെ, അത് നമുക്ക് എന്താണ് കുറച്ചും കൂടി എന്താണ് ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് അതുകൊണ്ട് എന്താണ് നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്താണ് കേരളത്തിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട. കാരണം എന്താണ് 1949 ജൂലൈ 1 എന്ത് ചെയ്യുന്നു തിരുക്കൊച്ചി രൂപീകരണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ 3 കറക്റ്റ് ആണ്. ഓക്കെ, 3 എന്താണ് കറക്റ്റ് ആണ്. അപ്പൊ 3 ഒരു ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. അപ്പൊ 3 ഇല്ലാത്തത് ഒരെണ്ണേ ഉള്ളൂ, സി. ഓക്കെ, 3 ഇല്ലാത്തത് ബാക്കി എല്ലാവരും എന്താണ് 3 ഉണ്ട്. ഓക്കെ, 3 ഉണ്ട്. ഒന്നിലും എന്താണ് 1, 2, 3 ശരിയാണ്. പിന്നെ എന്താണ് 3, 4 ശരിയാണ്, 2, 3 ശരിയാണ് എന്നുള്ള ഓപ്ഷനിൽ ആണ് ഉള്ളത് അല്ലെ. ആ ഒരു രീതിയിലുള്ള ഇതാണ് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം നാലാമത്തേതും കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവാള, അഗസ്തീശ്വരം എന്നാണ്, കൽക്കുളം, വിളവൻകൂട് എന്നിവ കേരള സംസ്ഥാനം ഉൾപ്പെടുത്തി എന്നതാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇതാണ് താലൂക്കുകൾ എന്താണ് തമിഴ്നാടിന് വിട്ടുകൊടുത്തുകൊണ്ട് തെക്കൻ കാനറയുടെ ഭാഗമായി അല്ലെങ്കിൽ എന്താണ് തെക്കൻ കാനറയുടെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് അല്ലെങ്കിൽ എന്താണ് ഹൊസ്ദുർഗ് താലൂക്കുകൾ കേരളത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് വടക്ക് നിന്ന് ഉൾപ്പെടുത്തി തെക്കുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു വിട്ടുകൊടുത്തു, തമിഴ്നാടിലേക്ക് വിട്ടുകൊടുക്കൂ അല്ലെങ്കിൽ എന്താണ് മദ്രാസ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അപ്പൊ എന്താണ് നാലാമത്തെ ഓപ്ഷൻ എന്താണ് തെറ്റാണ്. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ എന്താണ് തെറ്റാണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാമല്ലോ. നാലാമത്തെ ഓപ്ഷൻ തെറ്റായതുകൊണ്ട് നമുക്ക് എവിടെ എത്താം 4 ഇല്ലാത്തൊരു ഓപ്ഷനിലേക്ക് എത്താം അല്ലെ. 4 ഇല്ലാത്തൊരു ഓപ്ഷൻ, 4 തെറ്റ്. പിന്നെ 1, 2, 3 ശരിയാണ്. പിന്നെ എന്താണ് 2, 3 ശരിയാണ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ഉണ്ട്. നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നു 3 എന്താണ് കറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. 3 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്. അപ്പൊ ഈ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട് 2 ഉണ്ട്. ഓക്കെ, 3ലും കോമൺ ആയിട്ട് എന്ത് ഈ 2ലും കോമൺ ആയിട്ട് എന്തുണ്ട് 2 ഉണ്ട്. അപ്പൊ 2, 3 എന്താണ് കറക്റ്റ് ആണ് അല്ലെ. 2, 3 കറക്റ്റ് ആണ്. 1 കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. ഓക്കെ, 1 കറക്റ്റ് ആണോ എന്നുള്ളത്. കാരണം എന്താണ് 2, 3 കറക്റ്റ് ആണ്. ഇതാണ് 47 എന്താണ് ഏപ്രിലിൽ തൃശ്ശൂർ വെച്ച് നടക്കുന്ന സമ്മേളനം. പിന്നെ എന്താണ് മൂന്നാമത്തെ എന്താണ് തിരുക്കൊച്ചി രൂപീകരണം. അപ്പൊ എന്താണ് 2, 3 എന്താണ് കോമൺ ആയിട്ട് ഈ 2 എന്താണ് ഓപ്ഷനിലും ഉണ്ട്. അപ്പൊ നമുക്ക് 1 കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് വീണ്ടും ഡൗട്ട് വരിക. ഓക്കെ, 1 കറക്റ്റ് ആണോ എന്നുള്ളത്. കാരണം എന്താണ്
ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് എക്സാക്ട് 1928 മെയിൽ ഈ ഒരു സമ്മേളനം നടക്കുന്നുണ്ടോ, അതിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിക്കുന്നുണ്ടോ, അതിൽ കേരളത്തിന് എന്താണ് ഒരു പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാക്കുന്നുണ്ടോ, ആ ഒരു രീതിയിലുള്ള ഫാക്ട് നമുക്ക് അറിഞ്ഞില്ല എങ്കിൽ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ആൻസറിന് എക്സാക്ട്ലി എന്താണ് ഒരു എന്താണ് ഉത്തരം നൽകാൻ വേണ്ടി നമുക്ക് പറ്റില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കൊരു 50-50 ചാൻസ് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകിൽ എ അല്ലെങ്കിൽ ഡി എന്നുള്ള ഒരു 50-50 ചാൻസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അല്ലെ. എന്താണ് ഒന്നുകിൽ എ അല്ലെങ്കിൽ എന്താണ് ഡി എന്നുള്ള 50-50 ചാൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എന്താണ് 4 സ്റ്റേറ്റ്മെന്റ് അറിയില്ല എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു, ആൻസറിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് വന്നു അല്ലെ. ഒന്നുകിൽ നമ്മൾ എന്താണ് ആൻസർ ശരിയാകും, അല്ലെങ്കിൽ നമ്മൾ ആൻസർ എന്താവും തെറ്റാവും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് എടുക്കാം. ഓക്കെ, കാരണം എന്താണ് റിസ്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, റിസ്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതായത് നമ്മൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു 10 ചോദ്യങ്ങൾക്ക് നമുക്ക് റിസ്ക് എടുത്ത് അല്ലെന്താണ് ഒരു 6 ചോദ്യങ്ങൾ എന്താണ് ശരിയായാൽ തന്നെ നമുക്ക് എന്താണ് ഏറെക്കുറെ 5ഓളം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ കിട്ടും. കാരണം നമ്മളെന്താണ് ഇതാണ് തെറ്റാവും എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്കും കിട്ടാൻ വേണ്ടി പോകില്ല. എന്നാൽ നമ്മളൊരു റിസ്ക് എടുത്ത് 50-50 ചാൻസ് നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്താണ് റിസ്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ സോർട്ട് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് 1928 മെയ്യിൽ എന്താണ് പയ്യന്നൂർ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു പങ്കെടുക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രത്യേക പ്രവിശ്യ കേരളം എന്താണ് അല്ലെങ്കിൽ എന്താണ് കേരളത്തിൽ എന്താണ് ഒരു പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്രമേയം പാസ്സാക്കുന്നത്. അത് എന്താണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതാണ് കറക്റ്റ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 1 എന്നാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ 1, 2, 3 എന്നുള്ളത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഫാക്ടുകൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കൺക്ലൂഷനിലേക്ക് എത്താം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു 50-50 ചാൻസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗസ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആ ഒരു ഗസ് കറക്റ്റ് ആകാൻ എന്താണ് 50%-ഓളം സാധ്യതയുണ്ട്. കാരണം എന്താണ് 2 ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. 4 ഓപ്ഷനിൽ നിന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ആൻസറിലേക്കല്ല ഗസ് ചെയ്യുന്നത്, നമ്മൾ 2ൽ നിന്നും 1ലേക്കാണ് ഗസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ എന്താണ് റിസ്ക് എടുത്താൽ നമുക്ക് എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മാർക്കുകൾ ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ, സാധാരണഗതിയിൽ എന്താണ് ഒരു എക്സാം ഹാളിൽ എന്താണ് എല്ലാവരും റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാവണം എന്നില്ല. പക്ഷേ എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് കൂട്ടാൻ വേണ്ടി പറ്റും എന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, PYQs എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എന്താണ് മറ്റൊരു സെഷനിൽ എന്ത് ചെയ്യാം ഇതുപോലെ PYQs നമുക്ക് എന്ത് ചെയ്യാം സോർട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം വീണ്ടും കാണാം. അതുവരെ നന്ദി.